നമുക്ക് വരുന്ന പോസിറ്റീവ് സംഖ്യക്ക് ഒരു നെഗറ്റീവ് ഉണ്ട്. ഉദാഹരണത്തിന് 1 വരുന്നത് എങ്കിൽ അതിന്റെ നെഗറ്റീവ് ആണ് 4. അതായത് 1 എന്ന സംഖ്യ വരുന്ന അതിന്റെ ഗ്രഹം സൂര്യനാണ്. എന്നാൽ അതിന്റെ നെഗറ്റീവായി വരുന്ന ഗ്രഹം രാഹുവാണ്. അതുപോലെ തന്നെ 2 എന്ന സംഖ്യ വരുമ്പോൾ അത് ചന്ദ്രനാണ്. അതുപോലെ അതിന്റെ നെഗറ്റീവായ സംഖ്യ 8 ആണ്. അത് അതിന്റെ ഗ്രഹം ശനിയാണ്. 2ന്റെ ഗ്രഹം ചന്ദ്രനാണ്. ഇതുപോലെ 3 എന്നത് വ്യാഴമാണ്. അതിന്റെ നെഗറ്റീവായ സംഖ്യ 9 ആണ്. 9ന്റെ ഗ്രഹം ചൊവ്വയാണ്. അപ്പോൾ ആ ഒരു ചൊവ്വയുടെ ഒരു നെഗറ്റീവ് അതിന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നീടുള്ള വീഡിയോയിൽ പറയാം. ഞാൻ കുറെ കാര്യങ്ങൾ മുമ്പൊക്കെ പറഞ്ഞത് എന്റെ മുമ്പുള്ള വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാവുന്നതാണ് കുറെ കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ അറബില് നമ്മൾ പേരെഴുതി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ കണ്ടെത്താൻ അറബ് ചാർട്ട് തന്നെ നോക്കുക.